വാ രാഘവ, ഞാൻ എന്താണോ ഈ കേട്ടത്? എന്ത് കേട്ടു? താൻ വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാനും പൊറുക്കാനും ഒന്നും വന്നതല്ല. ആ അഞ്ജലി പത്മയ്ക്ക് വേണ്ടിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തെന്ന് കേട്ടു. അത് ശരിയാണോ എന്നാ എനിക്കറിയേണ്ടത്. യെസ്, അത് ശരിയാണ്. ഞാനും ഹരി അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ താൻ കയറി വരുന്നത്. ആ ബെസ്റ്റ്. താൻ ഇവിടെ ഡിസ്കഷനും ചെയ്തോണ്ടിരുന്നോ? അവളെ പണി അങ്ങ് ഹൈക്കോടതിയിൽ നിന്നാ തുടങ്ങിയിരിക്കുന്നേ. ഇനിയിപ്പൊ പണികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്തൊരു ഗതികേടാണ് എന്റെ ഈശ്വര. ഇതിപ്പോ കണ്ട കോളനി എല്ലാം കൂടെ ആടപടലവും ഉജ്ജ്വലമാവുന്നാ തോന്നുന്നത്. കുറുപ്പ്, താനിങ്ങനെ വെറുതെ ചൂടാവാതിരിക്കേ. ഇതിപ്പോ അവളെ കൊണ്ട് ഇങ്ങനെ ചില നീക്കങ്ങൾ നീക്കാൻ കാരണക്കാരൻ നീയാ. ഞാനോ? ഒരുമാതിരി ഇല്ല. താനോട് ഓവർ സ്മാർട്ട് കാണിച്ച ആ തരകനെ കൊണ്ട് അഞ്ജലിയുടെ വീട്ടിലെ ആ പത്മയുടെ അമ്മായിയെ കൊണ്ടിട്ടത്. എന്നിട്ട് പത്മ പോയിട്ട് അവൾ ഒരു ചീരവത്തെങ്കിലും കിട്ടുമോ എനിക്ക്? പകരം അവളുടെ കയ്യിലേക്ക് ഒരു ആയുധമായിട്ട് ആ തള്ളയെ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. എന്താ ശരിയല്ലേ? അല്ല, അത് പിന്നെ ഒരു പിന്നെയില്ലടോ. എന്തായാലും താനിങ്ങനെ തീ പിടിക്കാനായിട്ട് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് പ്രതിയുടെ വക്കീലിന്റെയോ തലവെട്ടി കൊണ്ടുവരാനുള്ള ഉത്തരവൊന്നല്ല. പ്രൊഡ്യൂസ് ദ ബോഡി ബിഫോർ ദ കോർട്ട്. ആളെ കോടതി സമക്ഷം ഹാജരാക്കണം, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോ ഒരു ഉണ്ടയില്ല. പത്മയെ പ്രതിഭാഗം വക്കീലായ ഞാനോ പ്രതിയുടെ തന്തയായ താനോ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്നു എന്നൊരു വാദം അഞ്ജലി കോടതിയിൽ ഉന്നയിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ പൊരുളറിയാൻ പോലീസ് റിപ്പോർട്ട് കോടതി തരും. ഇനിയിപ്പോ അത് തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ കോടതി അന്വേഷണം ഉത്തരവിടും, അത്ര തന്നെ. എടോ, അങ്ങനെ വരുന്ന അന്വേഷണം നമുക്ക് കുരുക്കാകില്ലേ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നേ. എന്തിന്? എടോ, പത്മയുടെ തിരോധാനത്തിൽ എനിക്കോ തനിക്കോ ഒരു പങ്കുമില്ല. പിന്നെ നമുക്ക് ആരെ പേടിക്കണം? എടോ രാഘവ, എനിക്ക് താൻ ഈ പറയുന്ന കോപ്പിലെ കോടതി വ്യവഹാരമൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവളെ ആ അഞ്ജലി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് കേട്ട വിവരങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അവള് തന്റെ വക്കീല് പണി വരെ തെറിപ്പിക്കാനുള്ള ഏതാണ്ട് ഇൻഡാസൊക്കെ എഴുതി വെച്ച് ഒപ്പിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. കോടതിയിൽ അവളെ തറ പറ്റിക്കാൻ പറ്റിയില്ലെങ്കിലും എണീറ്റ് നിന്ന് യെസ് യുവർ ഓണർ എന്നെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തനിക്ക് തന്റെ വക്കീല് കുപ്പായമെങ്കിലും സ്വന്തമായിട്ട് വേണ്ടടോ രാഘവ. താനെ ആദ്യം തന്റെ വക്കീല് പണി തെറിക്കാതിരിക്കാനുള്ള വകുപ്പ് നോക്ക്. എന്നിട്ട് മതി പ്രതികാരവും മൂക്കിക്കേറ്റലും ഒക്കെ. ഞാൻ പോവുക. കോപ്പ്.